നമസ്കാരം. വൃന്ദാവൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തേണ്ടായില്ലേ? ഇന്നിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഔഷധ സസ്യത്തെയല്ല, ഒരു പവിത്ര വൃക്ഷത്തെയാണ്. മഹാവില്വം. മഹാവില്വം പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഭാരതത്തിലെ മഹാശിവക്ഷേത്രങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒരു ഇലപൊഴിയും വൃക്ഷമാണ് മഹാവില്വം. നരിനാരകം, കാട്ടുനാരകം എന്നൊക്കെ അറിയപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം നാരങ്ങി ക്രെനുലറ്റ എന്നതാണ്. ഏകദേശം 8 മീറ്ററോളം ഉയരത്തിൽ വരുന്ന മഞ്ഞ കലർന്ന ചാരനിറത്തിലുള്ള പുറന്തൊലിയോട് കൂടിയ മൂർച്ചയുള്ള മുള്ളുകളുള്ള ഒരു ചെറു വൃക്ഷമാണ് ഈ മഹാവില്വം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ പവിത്രതയും ശുദ്ധിയും നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും അല്ലേ? അപ്പോൾ കൂവളം കേരളത്തിൽ എന്നല്ല, ഭാരതത്തിലുടനീളം കണ്ടുവരുന്ന ഒരു ശൈവാരാധനയ്ക്കുള്ള ഒരു ചെടിയാണ് കൂവളം. കൂവളത്തിന് 3 ഇലയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ഈ മഹാവില്വത്തിന് 13 ഇലയോളം വരുന്നുണ്ട്. ഒരു ഇല എന്ന് പറഞ്ഞാൽ 13 ഇലകൾ ചേർന്നതായിട്ട് വരും ഒരു ഇല. ഈ മഹാവില്വം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിലൊക്കെ പ്രകൃതിദത്തമായ ഇനമായി ഇത് കണ്ടുവരുന്നുണ്ട്. ഇനി ഈ മഹാവില്വം, ഇത് നമ്മൾ മഹാകൂവളം എന്നും അറിയപ്പെടുന്ന ഈ പവിത്ര വൃക്ഷത്തിന് ശിവസ്വരൂപമാണ്. ഇതിൻ്റെ മുള്ളുകൾ ശക്തിപ്രധാനവും വേര് ശിവപ്രധാനവുമാണ്. ഭാരതത്തിലുടനീളം ഉള്ള മഹാശിവക്ഷേത്രങ്ങളെയെല്ലാം തന്നെ നമുക്ക് കൂവളവും ഈ മഹാവില്വവും കാണാനായിട്ട് സാധിക്കും. കാരണം ഇത് രണ്ടും ഫലത്തിൽ ഒരേപോലെയാണ്. നമ്മൾ കൂവളം നട്ടാൽ പുരാണങ്ങളിൽ ഒരുപാട് സദ്ഫലങ്ങൾ പറയുന്നുണ്ട്. ഒരു കൂവളത്തൈ നട്ടാൽ 1000 പേർക്ക് അന്നദാനം നൽകിയ ഫലമാണ് എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ കാശി മുതൽ രാമേശ്വരം വരെ ഉള്ള ശിവക്ഷേത്രങ്ങളിൽ പോയി തൊഴുതാനുള്ള ഫലം വരെ ഒരു കൂവളം നട്ടാൽ കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർന്നില്ല, ഗംഗാ നദിയിൽ സ്നാനം ചെയ്താൽ കിട്ടുന്ന പുണ്യം ഒരു കൂവളം നട്ടാൽ ലഭിക്കത്രേ. പിന്നെയും പറയുന്നുണ്ട്, അശ്വമേധയാഗം നടത്തിയ ഫലം പോലും ഒരു കൂവളത്തൈ നട്ടാൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൂവളത്തിൻ്റെയും മഹാവില്വത്തിൻ്റെയും പ്രാധാന്യം, അല്ലെങ്കിൽ ആ ചെടികളുടെ പ്രാധാന്യം ഈ സദ്ഫലങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അല്ലേ? എത്രമാത്രം പവിത്രമായ ഒന്നാണ് ഈ കൂവളവും മഹാവില്വവും എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇത് പവിത്രമായ ചെടിയാണ്, ഔഷധ സസ്യമാണ്, നമ്മുടെ ആരാധനയ്ക്കൊക്കെ എടുക്കുന്ന സസ്യമാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? ഇനി ഇതെന്തിനൊക്കെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ ചികിത്സാ രീതിയിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് അറിയണമല്ലോ. ആയുർവേദ സിദ്ധ വൈദ്യങ്ങളിൽ നമ്മൾ കൂവളം ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് ദശമൂലത്തിൻ്റെ ഒരു അംഗമായ ഈ കൂവളം നമ്മൾ വില്വാദി ഗുളികയിലെ പ്രധാന ചേരുവയാണ്. വില്വാദി ഗുളിക, വില്വാദി ലേഹ്യം, വില്വാദി കഷായം, പിന്നെ അതുകൂടാതെ ദശമൂലാരിഷ്ടം എന്നിവയിലൊക്കെ നമ്മൾ കൂവളം ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി പ്രമേഹം, കഫം, വാദം ഇവയൊക്കെ ശമിപ്പിക്കാനായിട്ട് കൂവളത്തിന് കഴിവുണ്ട്. കൂടാതെ വേദന, നീര് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഉത്തമമാണ് കൂവളം. കൂവളത്തിൻ്റെ വേര്, ഇല, പിന്നെ അതിൻ്റെ കായ്കൾ ഇതെല്ലാം തന്നെ ഔഷധയോഗ്യമാണ്. ഇതുകൂടാതെ സ്ത്രീവന്ധ്യത, അപസ്മാരം, ഡിസെൻട്രി തുടങ്ങിയ അസുഖങ്ങളുടെ ചികിത്സയ്ക്കും നമ്മൾ ഇത് ഉത്തേജക ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞുല്ലോ, നമ്മൾ ദശമൂലത്തിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് അനേകം ആയുർവേദ ഔഷധങ്ങളിൽ നമ്മൾ ചേരുവയായിട്ട് ചേർക്കുന്നുണ്ട്. ഇലകൾക്കാണ്, പ്രമേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇലകൾക്ക്, അതായത് കൂവളത്തില തണലത്ത് ഉണക്കി പൊടിച്ചത് പ്രമേഹം ശമിപ്പിക്കാനായിട്ട് വളരെ ഉത്തമമാണ്. അത് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാണ്ട് ഇതിൻ്റെ ഇലയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന തൈലം, അത് ഫംഗസ് ബാധയെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ വാദം ശമിപ്പിക്കാനും നീർക്കെട്ടിനും, പിന്നെ ഇതിൻ്റെ വേര്, അതിൻ്റെ കഷായം, എണ്ണ കാച്ചാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ മഹാകൂവളമുണ്ട്, ബെൽ ഫ്രൂട്ട്, അതായത് നോർത്ത് ഇന്ത്യയിലെ ബെൽ എന്ന് പറയപ്പെടുന്നു.
പിന്നെ കൂവളം, നമ്മൾ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്ന കൂവളം 3 വിധത്തിലുണ്ട് പറഞ്ഞു. അതിൽ ബെൽ ഫ്രൂട്ട് അത് ശീതളപാനീയമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അത് ശരീരത്തിന് ഉന്മേഷവും ഊർജ്ജദായകവുമാണ്. കൂടാതെ ധാരാളമായിട്ട് ഇത് നോർത്ത് ഇന്ത്യയിൽ പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി മഹാകൂവളത്തിൻ്റെ ഇലയുടെ സാമ്യം വരണ മറ്റൊന്നാണ് നിലനാരകം. പക്ഷെ അതിൻ്റെ ഇല 3 എണ്ണേ കാണൂ. കൂടാതെ നാരകത്തിൻ്റെ ഗന്ധവും അതിനുണ്ടാകും. അപ്പം നിലനാരകവും ധാരാളമായി ഔഷധയോഗങ്ങളിലും മറ്റും ചേർത്ത് വരുന്നുണ്ട്. ഇത്രയധികം ഔഷധ ഗുണമുള്ള മഹാവില്ലത്തെ, മഹാശിവസ്വരൂപത്തെ നമുക്ക് അനാഹത ആത്മപ്രണവത്തിൽ ചേർത്ത് നിർത്തി സംരക്ഷിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഈ പവിത്ര മരത്തെ പരമപ്രധാനമായി പരിരക്ഷിക്കാം. നമ്മുടെ കുട്ടികളും ഇതിൻ്റെ ഗുണവും ഔഷധ ഗുണവും ആത്മീയതയും അതിൻ്റെ ചരിത്ര പ്രാധാന്യവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളും വളരട്ടെ. വീണ്ടും ഇതുപോലെയുള്ള ഔഷധ ഗുണം നിറഞ്ഞ, അല്ലെങ്കിൽ അലങ്കാരപ്രദമായ, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതായ മറ്റൊരു സസ്യവുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. കൂടാതെ ഓരോ ചെടിയെ പറ്റിയും ഉള്ള അറിവുകൾ എന്നിലേക്ക് എത്തിച്ചു തരുന്ന എൻ്റെ ഗുരുക്കന്മാർക്ക് പാദനമസ്കാരം. തുടർന്നും കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒപ്പം വേണം. സാധിക്കുന്നവരെല്ലാവരും തന്നെ വൃന്ദാവൻ ഗാർഡൻ സന്ദർശിക്കുകയും വേണം. അതുവരേക്കും നമസ്കാരം.